VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹത്തിനെ പോലെ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിരുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് ഈ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ LDF കഷ്ടിച്ച് തോറ്റുള്ളൂ, UDF കഷ്ടിച്ചേ ജയിച്ചുള്ളൂ. ബംഗാളിൽ ദയനീയമായി തോറ്റു. ബംഗാളിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അവിടുത്തെ എന്റെ പഴയ ഒരു സഖാവ്, SFIയിൽ ഉണ്ടായിരുന്ന സഖാവ്, ഇപ്പോൾ അവിടുത്തെ ഒരു പത്രപ്രവർത്തകനുമാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, വാട്ട് ഹാപ്പൻ, എന്താണ് നിങ്ങളോട് സംഭവിച്ചത് ബംഗാളിൽ? കാരണം ബംഗാളിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. കേരളത്തിൽ ഇങ്ങനെ മാറി മാറി വരാറുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു VS ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്കൊരു VS ഉണ്ടായിരുന്നില്ല. VS ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുന്നത്. കാരണം ഒരു എതിർ ശബ്ദം, ഒരു ചോദ്യം ചെയ്യുന്ന ശബ്ദം അതിനകത്തുണ്ട്. ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യലുമില്ല. എന്ത് പറഞ്ഞാലും SR പറയുന്ന കുറെ ആളുകൾ, അത് പാർട്ടിക്കകത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ നമ്മൾ കാണുകയാണ്, ഉദ്യോഗസ്ഥ രംഗത്തും ഒക്കെ. ഇത് പാർട്ടിക്ക് തന്നെ വളരെ ദോഷമാണ്. കാരണം ഇതിൽ കറക്ഷൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും തെറ്റ് പിണറായി വിജയൻ ഇന്ന് വരെ ചെയ്തോ എന്ന് ഇവരുടെ അണികളോടൊന്ന് ചോദിച്ചു നോക്കൂ. ഒരു തെറ്റും ചെയ്യാത്ത, എല്ലാം തികഞ്ഞ ഒരു നേതാവ് എന്നല്ലേ അദ്ദേഹത്തെ കാണുക. അതുകൊണ്ട് ഇത് വലിയ നാശത്തിലേക്കാണ് പോകുന്നത്. ഈ പാർട്ടിസാൻ ഇടപാട് ജനാധിപത്യത്തെ ഇല്ലാതാക്കും, ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കും. അതുകൊണ്ട് ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കോടതി ഭാഗ്യത്തിന് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പൈസ ചിലവാക്കി സുപ്രീം കോടതിക്ക് പോകുമെന്ന് പോലും എനിക്കറിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.